ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നലെ വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികളെയും കൊണ്ട് ഒന്ന് ഒന്ന് കറങ്ങാൻ പോവാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും നമ്മുടെ ട്രാവലിംഗ് വ്ലോഗായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. നമ്മൾ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളെക്കാളും ഉണ്ടല്ലോ, നമ്മുടെ ഈ അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ, അതായത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ ഇത്ര അടുത്ത് തന്നെ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളുള്ളപ്പോൾ നമ്മൾ ശരിക്കും എന്തിനാലേ ദൂരേക്കൊക്കെ അന്വേഷിച്ച് പോകുന്നേ. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രകളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ ഒന്ന് പോയി വന്നതിൻ്റെ ഇതുകൊണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, മാം ക്ലാസ് തുടങ്ങണം, ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ 21 ഡേയ്സിലേക്കുള്ള ഒരു ക്ലാസ്സാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മോർണിംഗ് ആണ് കേട്ടോ ടൈം വെക്കുന്നത്. ഇനി ഈവനിങ് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈവനിങ് ബാച്ച് ആയിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസൊക്കെ ഏർലി മോർണിംഗ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ഞാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളെ കൂടെ അതിലേക്ക് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഒരുപാട് ആളുകളെ ഒന്നും അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. മാക്സിമം ഒരു 50 പേര് എന്നുള്ള രീതിയിൽ. കാരണം ഫസ്റ്റ് ക്ലാസ് ആയിട്ട് എടുത്ത് നോക്കുന്നതാണ്. ഇതുവരെയുള്ള സമയത്തിന്റെ തിരക്കുകളും കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നതും. അപ്പോൾ ഒരു 50 പേരെ ജോയിൻ ചെയ്യിക്കാം എന്നുള്ളത് വെച്ചാണ്. ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിൽ പറയാം എന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതും അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അതിൽ പറയാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അഫർമേഷനെ കുറിച്ചിട്ടുള്ളതാണ്. അഫർമേഷനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും സാധാരണ ഞാൻ അതിനകത്ത് പറയുമ്പോൾ നമ്മൾ ഗോൾ ലിസ്റ്റിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, കാരണം നമുക്ക് എന്താണ് ആഗ്രഹം അത് നേടുന്നതിനായിട്ട് നമ്മൾ ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ എന്ന് പറയും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിരന്തരമായിട്ട് നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് റിയാലിറ്റി ആണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. ഓക്കെ. അപ്പൊ ആ അഫർമേഷൻ പറയുമ്പോൾ സാധാരണ ഗോൾ ലിസ്റ്റിൽ എഴുതുന്നത് നമുക്ക് ആഗ്രഹമുള്ള, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്ന് ഓരോന്ന് നിങ്ങൾ എടുത്ത് അഫർമേഷൻ ബുക്കിലേക്ക് എഴുതാനോ അല്ലെങ്കിൽ അത് പറയാനോ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ഇനി പ്രത്യേകിച്ച് ഗോൾ ലിസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല എന്നിരിക്കട്ടെ. അങ്ങനെയുള്ളവർക്ക് സാധാരണ നമ്മുടെ ഒരു ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യമാണ് ആരോഗ്യം, പണം, സന്തോഷം, സമാധാനം, അല്ലെ? അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഏറെക്കുറെ ഒരു മനുഷ്യൻ റിച്ച് ആണെന്ന്, ഏറെക്കുറെ എന്നല്ല, ഒരു മനുഷ്യൻ റിച്ച് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഇതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 3 കാര്യങ്ങളും ഏതൊക്കെയാ? ആരോഗ്യം വേണം, അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ലക്ഷങ്ങൾ നമ്മുടെ അല്ലെങ്കിൽ കോടികൾ നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ എഴുന്നേറ്റ് പോലും നിൽക്കാൻ പറ്റാത്ത ഒരു പരസഹായം വേണ്ടി വരണ അവസ്ഥയിൽ നമ്മൾ കിടക്കുന്ന ഒരു രോഗിയാണെങ്കിൽ എത്ര കോടികൾ നമ്മുടെ ബാങ്കിൽ ഉണ്ടായിട്ട് നമുക്ക് കാര്യമുണ്ടോ? നമ്മുടെ റൂമിൽ നിന്നല്ലാതെ മറ്റൊരു ലോകം നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എങ്കിൽ, അതായത് ആരോഗ്യമില്ല, എന്നും അസുഖവും കാര്യങ്ങളും ആണ് എങ്കിൽ എത്ര പണം ഉണ്ടായിട്ടും നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആരോഗ്യമാണ് ഏറ്റവും ഒരു വ്യക്തിയെ സമ്പന്നതയിലേക്ക് നയിക്കുന്ന ഒന്നാമത്തെ കാര്യം. ആരോഗ്യമായിട്ടിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമാണ്, ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യമാണ് പണം എന്ന് പറയുന്നത്. പണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയില്ലേ, പണം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കാം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ സന്തോഷിക്കുമ്പോൾ ആ ഹാപ്പിനെസ്സിലൂടെ നമ്മൾ ആ എനർജിയിലൂടെ ക്രിയേറ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു വേയാണ്, എത്തിക്കുന്ന ഒരു കാര്യമാണ് പണം എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരും വിചാരിക്കണം പണം വരട്ടെ, പണം വന്നിട്ട് ഞാൻ സന്തോഷിക്കാം എന്നുള്ളതാണ്. തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ, ഹാപ്പി ആയിട്ടിരുന്ന് നോക്കൂ, പണം താനെ നിങ്ങളിലേക്ക് എത്തും. നമുക്ക് അതിനുള്ള വഴികൾ, പല മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ പണത്തിന് വേണ്ടിയുള്ളത്. മൂന്നാമത്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ആരോഗ്യമുണ്ട്, പണവും ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം, സമാധാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ എത്ര ലക്ഷങ്ങൾ അങ്ങോട്ട് കൊടുത്താലും ചില ആളുകൾക്ക് കിട്ടുന്നില്ലാത്ത, നോക്കുമ്പോ എന്താ കൊട്ടാരം പോലത്തെ വീട് കാണും അല്ലെ, ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് സഫീഷ്യന്റ് ആയിരിക്കും, പക്ഷെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു ചേർച്ച ഉണ്ടാവില്ല. ഭാര്യ ഭർത്താവ് തമ്മിൽ, അല്ലെങ്കിൽ കുട്ടികള് പേരൻസ് തമ്മിൽ, അങ്ങനെ എന്നും വഴക്കും ഈ പറയുന്ന ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തതായിട്ടുള്ള വീടുകളുണ്ട്. അവർക്ക് പണത്തിനും യാതൊരു കുഴപ്പമുണ്ടാവില്ല, ആരോഗ്യത്തിനും കുഴപ്പമുണ്ടാവില്ല.
അപ്പൊ ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തി എന്തായി മാറുന്നത്? റിച്ച് ആയിട്ട് മാറുന്നത്, അല്ലെ? ഹെൽത്തി ആൻഡ് വെൽത്തി ആയിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് മൂന്നിനുമുള്ള ഒരു അഫർമേഷൻസ്, പ്രധാനമായിട്ടും ആരോഗ്യത്തിനും പണത്തിനുമായിട്ടുള്ള അഫർമേഷൻസ് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ കേട്ടുകൊണ്ട് നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കത് എഴുതിയെടുക്കുകയോ ആകാം. അപ്പൊ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് അഫർമേഷൻസ് നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരാം. ആദ്യത്തേത് ഹെൽത്ത് അഫർമേഷൻ ആണ്, ആരോഗ്യത്തിനായിട്ടുള്ള അഫർമേഷൻ. അതില് പറയുന്നത്, ഞാൻ തികഞ്ഞ ആരോഗ്യവതിയായിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവതിയാണ്. ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു. എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഞാൻ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഞാൻ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ കഴിക്കുന്ന ഫുഡ്, വെള്ളം എല്ലാം എൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. ഞാൻ കഴിക്കുന്ന ഭക്ഷണം, വെള്ളം എല്ലാം എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്, എൻ്റെ ആരോഗ്യം ശരിയായ രീതിയിൽ നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. രാത്രി ശരിയായ ഉറക്കം എനിക്ക് ലഭിക്കുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. എല്ലാ ജോലികളും കാര്യക്ഷമമായി ചെയ്യാൻ എൻ്റെ ആരോഗ്യം എന്നെ സഹായിക്കുന്നു. എല്ലാ ജോലികളും കാര്യക്ഷമമായി ചെയ്യാൻ എൻ്റെ ആരോഗ്യം എന്നെ സഹായിക്കുന്നു. ദിനം പ്രതി എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നത് ഞാൻ അറിയുന്നു. ദിവസം ചെല്ലുന്തോറും എൻ്റെ ആരോഗ്യം കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നതായി ഞാൻ അറിയുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും പോസിറ്റീവ് എനർജി എപ്പോഴും നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും പോസിറ്റീവ് എനർജി എപ്പോഴും നിറഞ്ഞിരിക്കുന്നു. ഇതാണ് ആരോഗ്യത്തിനായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ. ഈ അഫർമേഷൻസ് നമ്മൾ പറയുകയും അത് എഴുതുകയും, അത് ഓരോന്ന് പറയുമ്പോഴും എഴുതുമ്പോഴും നമ്മൾ ആ ഫീൽ ഉൾക്കൊണ്ടുകൊണ്ട്, ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് പറയുമ്പോൾ ആ പൂർണ്ണ ആരോഗ്യവതിയായിട്ടുള്ള എന്നെ ഞാൻ സങ്കല്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ അഫർമേഷൻ പറയേണ്ടത്. ഓക്കെ, അടുത്തത് പണത്തിനായിട്ടുള്ള സ്ഥിരീകരണങ്ങളാണ്. സമ്പത്ത്, സമൃദ്ധി, പണം, ഇതിനൊക്കെ ആയിട്ടുള്ളത്. ഞാൻ പണത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തേത്, ഞാൻ പണത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. 2, ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ്. ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ്. ഞാൻ സമ്പന്നയാണ്. ദിനം പ്രതി സമ്പത്ത് എന്നിലേക്ക് ഒഴുകുന്നു. ദിവസം ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ വരുമാനം അല്ലെങ്കിൽ സമ്പത്ത് എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുക എന്നത് എൻ്റെ ജന്മാവകാശമാണ്. സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ ഞാൻ അർഹയാണ്. സാമ്പത്തിക വിജയം എൻ്റെ അവകാശമാണ്. സാമ്പത്തിക വിജയം എൻ്റെ അവകാശമാണ്. എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ദിവസവും ധാരാളം പണം വന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ദിവസവും ധാരാളം പണം വന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് സഫീഷ്യൻ്റ് ആയ ഒരു ബാങ്ക് ബാലൻസ് എനിക്കുണ്ട്. എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് ധാരാളമായിട്ടുള്ള ഒരു ധനം എൻ്റെ പക്കലുണ്ട്. എൻ്റെ വരുമാനം നിരന്തരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ വരുമാനം നിരന്തരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സമ്പന്നയായിരിക്കാൻ ഞാൻ അർഹയാണ്. സമ്പന്നയായിരിക്കാൻ ഞാൻ അർഹയാണ്. ഇതാണ് പണത്തിനായിട്ടുള്ള അഫർമേഷൻ. ഇതും നമ്മൾ പറയുമ്പോൾ ആ ഫീൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പണത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതായത് ആ പണത്തോടുള്ള എൻ്റെ കാഴ്ചപ്പാട്, ഭയപ്പാട് എല്ലാം മാറ്റിക്കൊണ്ട് ഞാൻ കൂടുതൽ കൂടുതൽ ദിവസം ചെല്ലുന്തോറും പണത്തെ ആകർഷിക്കാനായിട്ടുള്ള ഒരു കാന്തമാണ്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരുപാട് സോഴ്സുകൾ നിങ്ങൾക്ക് വരും. നിങ്ങൾ മൈൻഡ്ഫുൾനെസ്സിൽ എപ്പോഴും ഇരിക്കുക. അഫർമേഷൻ ഒക്കെ പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ പ്രസന്റിൽ ജീവിക്കുക.
നമ്മുടെ മുമ്പിൽ ഏതൊക്കെ വഴികൾ, ഓപ്പർച്യൂണിറ്റികൾ പല രൂപത്തിൽ, പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ ഇത് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടിരിക്കാതെ പ്രസന്റിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറന്നെന്ന് പറഞ്ഞാൽ മനസ്സിന്റെ കണ്ണ് തുറന്ന് നമ്മളതിങ്ങനെ ഇരിക്കുക. അപ്പൊ നമുക്ക് പല വഴികൾ നമ്മളിലേക്ക് വരും. നമ്മളത് ആലോചിക്കുക, നമ്മളത് പ്രവർത്തിക്കുക, അങ്ങനെ പണം നമ്മളിലേക്ക് എത്തും. ഇനി സന്തോഷം, സമാധാനം എന്ന് പറയണത്, അതിനായിട്ട് ഞാൻ എപ്പോഴും സന്തോഷവതിയാണ്. സന്തോഷമായിട്ടിരിക്കുന്നതിനായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞിരിക്കുന്നു. എൻ്റെ കുടുംബജീവിതം വളരെ സന്തോഷകരമാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം, ഐക്യം വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബജീവിതം ഇന്നെനിക്കുണ്ട്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുമായിട്ടുള്ള അവസരങ്ങൾ, കാര്യങ്ങൾ എനിക്ക് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് വെച്ചാൽ ഈ അഫർമേഷനൊക്കെ പറയുമ്പോൾ നമ്മൾ രാവിലെ, അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ പറയുക. പിന്നെ റോബോട്ടിക് അഫർമേഷൻ ആണെങ്കിൽ ഇത്ര അധികം അഫർമേഷൻ ഒന്നും നമ്മൾ എടുക്കണ്ട. നമുക്ക് നേടിയെടുക്കേണ്ട ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ആ ഒരു കാര്യത്തെ എടുത്തിട്ട് അത് തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതാണ് റോബോട്ടിക് അഫർമേഷൻ. ഇത് നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ഹെൽത്തിനെ സംബന്ധിച്ച് തന്നെ ഒരു 10ഓളം അഫർമേഷൻ പറഞ്ഞു അല്ലെ, പണത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒന്നിലധികം കാര്യങ്ങൾ എത്ര വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് പണത്തിന്, ആരോഗ്യത്തിനൊന്നും അല്ല കേട്ടോ. എന്തൊക്കെ കാര്യത്തിന്, ജോലി, വിവാഹം, സൗന്ദര്യം, ആത്മവിശ്വാസം, ജീവിത വിജയം എന്ന് വേണ്ട എവിടെയും നമുക്ക് അഫർമേഷൻസ് പറയാനായിട്ട് സാധിക്കും. ഞാനിപ്പോ ഈ 3 കാര്യങ്ങൾ തിരഞ്ഞെടുത്ത എന്താന്ന് വെച്ചാൽ ഇത് 3മാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ആരോഗ്യം വേണം, പണം വേണം, സന്തോഷവും സമാധാനവും വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ 3 കാര്യങ്ങൾ തിരഞ്ഞെടുത്തൊരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്കിനി മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, ട്രാവലിംഗ്, കുക്കിംഗ് വ്ലോഗും എല്ലാം ചേരുന്നതാണ് കേട്ടോ നമ്മുടെ ചാനൽ. അപ്പൊ അങ്ങനെയുള്ള വീഡിയോസും കൂടെ വരുമ്പോൾ നിങ്ങൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യൂട്ടോ. ഇഷ്ടമുള്ളതാണ് നമ്മൾ കാണുന്നത്, എനിക്കറിയാം. ലോ ഓഫ് അട്രാക്ഷൻ തന്നെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടോളൂ. അതിനോടൊപ്പം, കാരണം നമുക്കൊരു സന്തോഷമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കേൾക്കാൻ ഇഷ്ടമാണ്, അവർക്കത് മനസ്സിലാകുന്നുണ്ട്. അത് തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഞാനും അത്ര തന്നെയാണ്. ഇപ്പൊ ഞാനൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ആസ് എ ടീച്ചർ ചിലപ്പോൾ അത് കൺവേ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടുകൂടി ആയിരിക്കാം എനിക്കൊരു ക്ലാസ് എടുക്കാനുള്ള ഒരു ആത്മവിശ്വാസവും കാര്യങ്ങളും എനിക്ക് അതിലൂടെ ലഭിച്ചു. ഇതുപോലെ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ഓരോരുത്തരും നാളെ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത നാളുകളിൽ അവരും ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടീച്ചറായിട്ട്, ഒരു കോച്ചായിട്ട് മാറണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. കാരണം ഞാൻ അങ്ങനെ ഒരാളെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡന്റ് അവർ ടീച്ചറായി കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞാനൊരു ക്ലാസ് എടുത്തു കഴിയുമ്പോൾ അവർക്കും ഇതുപോലൊരു ക്ലാസ് എടുക്കാൻ തക്കവണ്ണം അവരുടെ ചുറ്റുവട്ടത്തുള്ളവർക്കായിരിക്കാം, അവരുടെ ഫാമിലി, ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കാം. എന്നാലും നിങ്ങൾ ഇതുപോലൊരു ക്ലാസ്സുകൾ നിങ്ങൾ എടുക്കാൻ പാകത്തിന് പ്രാപ്തരാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകളുടെ എണ്ണം ഇതിലേക്ക് കൂടും. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ഒരുപാട് ആളുകൾ കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും വന്ന് അവരുടെ അജ്ഞത, അന്ധവിശ്വാസങ്ങളൊക്കെ കുറെ നീക്കം ചെയ്ത് വളരെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് കേൾക്കുന്ന തന്നെ സന്തോഷമാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ മാറിക്കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ ലോകം തന്നെ മാറ്റി എഴുതാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നേ. അപ്പൊ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. താങ്ക് യു.